എന്തുകൊണ്ടാണ് വൈകല്യമുള്ള കുട്ടികൾ ജനിക്കുന്നത്? ഓട്ടിസം, സെറിബ്രൽ പാൽസി, പഠന വൈകല്യങ്ങൾ, സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ എന്നീ പല രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന രക്ഷിതാക്കളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അമ്മയുടെ ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസം കുട്ടിയുടെ അവയവങ്ങൾ രൂപപ്പെട്ടു വരുന്ന സമയമാണ്. ഈ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ളവരുടെ മരണം, അതുപോലെ മനസ്സിനെ അലട്ടുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ അവയവങ്ങൾ രൂപപ്പെടുന്ന സമയമായതുകൊണ്ട് അവയവങ്ങളുടെ ഘടനയാണ് ബാധിക്കുക. പിന്നീടുള്ള മാസങ്ങളിൽ ഈ ഫോം ചെയ്ത അവയവങ്ങൾ വളരുകയും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളും ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ പിന്നീടുള്ള മാസങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനത്തെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെയാണ് ബാധിക്കുക. അപ്പോൾ എത്രമാത്രം മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും